ഗൈസ്, ഇതാണിപ്പം നമ്മുടെ സെറ്റപ്പ്. ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ PC നമ്മുടെ റോബ്ലോക്സ് ഇപ്പോൾ ലോഡിംഗ് ആണ്. എത്ര 61% എക്സ്പോർട്ടിംഗ് ആണ്. സോ ഇത് PC, ഇത് ഡെല്ലിൻ്റെ ലാറ്റിറ്റ്യൂഡ് 3450 എന്ന് പറയുന്ന വിഷൻ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇൻ്ററിൻ്റെ ഇൻസൈഡ് കോർ i5 ഒക്കെയാണ് പ്രൊസസ്സറൊക്കെ. ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഒരു ഓഫ് ബീറ്റിൻ്റെ കീബോർഡ്, ഒരു ഓഫ് ബീറ്റിൻ്റെ മൈക്ക്, ഇത് ഓഫ് ബീറ്റിൻ്റെ മൗസ്, ഇത് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ മൈക്രോഫോൺ വെക്കാൻ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. രണ്ട് വീഡിയോക്കൊക്കെ കുറച്ച് ഇതുണ്ടാവും കേട്ടോ. പിന്നെ ഈ ലാപ്പ് അത്ര അതല്ല, അതുകൊണ്ട് ചെറിയ ലാഗ് ഉണ്ടാവും. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഹെഡ്ഫോൺ. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെബ്രോണിക്സിൻ്റെ ഒരു ഹെഡ്ഫോണാണ്. ഇത് ഒരു അടിപൊളി ഒരു ഹെഡ്ഫോണാണ് ഗൈസ്. വയേർഡാണ്. വയറിലും ഉപയോഗിക്കുക, വയർലെസ്സിലും ഉപയോഗിക്കുക. പക്ഷേ ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്തിൽ ഈ സാധനം കണക്റ്റ് ആവണില്ല. അതുകൊണ്ട് ഞാൻ വയറിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമെങ്കിൽ ഓൺ ആക്കണമെങ്കിൽ ഇവിടെ ബാക്കി കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ഫുള്ളിലാണ് ഇട്ടിരിക്കുന്നത്, കാരണം കുറച്ചിട്ടാൽ എനിക്കിത് കൊള്ളൂല്ല. അതുകൊണ്ട് ഞാൻ ഫുള്ളിലാണ് ഇട്ടേക്കുന്നത്. പിന്നെ സാധാരണ ഹെഡ്ഫോണിൽ ചെവിയിൽ മാത്രമല്ല സ്പോഞ്ച് ഇട്ടുള്ളൂ, പക്ഷെ ഇതിൽ മറ്റേ ഹെഡിൻ്റെ ഇവിടെ സ്പോഞ്ച് ഉണ്ട് കേട്ടോ. ഒരു ഗ്രേ ബ്രൗൺ കളറാണ് സാധനം. ഇതിങ്ങനെ മടക്കാൻ പറ്റും. ഇതിങ്ങനെ മടക്കാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജാണ്. കാരണം ഞാൻ മിക്കപ്പോഴും ഒക്കെയാണ് ഇത് ഉപയോഗിക്കാറ്, ലാപ്പ്. അല്ലെങ്കിൽ എപ്പോഴും ഫോണ് ടി വി ആണ്. അതുകൊണ്ട് ഈ സാധനം എനിക്ക് അധികം ഉപയോഗം വരാറില്ല. അതുകൊണ്ട് ഇത് ഷെൽഫിലെടുത്ത് വധിക്കലാണ് പതിവ്. പലപ്പോഴും ഇത് കൊള്ളാറില്ല, പക്ഷേ ഈ സാധനം ഉള്ളതുകൊണ്ട്, മടക്കൽ പരിപാടി ഉള്ളതുകൊണ്ട് എനിക്കിതിപ്പോൾ കൊള്ളൂട്ടാ. പക്ഷെ മുന്നേ ഞാൻ ഉപയോഗിച്ചൊരു സാധനമുണ്ട്. അത് വാങ്ങിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പണി തീർന്ന്. അത്രയ്ക്കൊരു മോശം ഹെഡ്ഫോണായിരുന്നു അത് മാറ്റിയാണ് ഞാൻ ഇപ്പോൾ ഇവനെ കൊണ്ടുവന്നത്. പിന്നെ എന്താ കാണിക്കാനുള്ളത്, പിന്നെ ഇതിപ്പോൾ ലോഡ് ഔട്ടാണ് നമ്മുടെ ഇത് റോബ്ലോക്സ്. പിന്നെന്താ കാണിക്കാറുള്ളത്, ഇവിടെ പിന്നെ എൻ്റെ അല്ലറ ചില്ലറ സാധനങ്ങൾ, വാച്ച്, സ്പ്രേ, അതിൻ്റെ 2 വാച്ച് ഇതാണ് 2 വാച്ച് സ്മാർട്ട് വാച്ചാണ്. അതുകൊണ്ട് അതിൻ്റെ ചാർജർ, ഒരു വാച്ച് റൂബിക്സ് ക്യൂബ്. പിന്നെ അത് അത് കണ്ടൻറ്റ് എഴുതാനൊക്കെ ഉള്ളൊരു ബുക്കാണ്. അതിൻ്റെ അടിയിലൊരു സംഭവം ഉണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. ഇതും ഞാൻ കാണിക്കാം. ഇത് എൻ്റെ ബാക്കി വള സാധനമൊക്കെ. ഇതൊരു വെറൈറ്റി പരിപാടിയാണ് കേട്ടോ. ഇത് മറ്റേ രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് കിട്ടിയാണ്. മറ്റേ സ്റ്റാമ്പില്ലേ അത്. പിന്നെ ഒറ്റ ഫുട്ബോൾ കാർഡ് എൻ്റെ കയ്യിലുള്ളൂ, ഈ ഒരു മച്ചാൻ്റെ. അത് നമ്മുടെ സിനിമയിലൊക്കെ ഉള്ള ഒരു ആൾ തന്നാണ് ആ പേര്. ഇതാണ് എൻ്റെ പേനയ്ക്കുള്ള ഒരു സംഭവം. ക്യാൻ ഡു എനിത്തിങ് മോട്ടിവേഷൻ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതൊരു വെറുതെ ഒരു ഗ്ലാസ് വെച്ചിരിക്കുന്നതാണ്. കാരണം മുന്നേ എനിക്ക് സ്ക്രീന് ഫുള്ള് റേഡിയേഷൻ കൂടിയിട്ടേ കണ്ണിന് ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ മേടിച്ച ഗ്ലാസ്സാണ്. പവറൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കമ്പ്യൂട്ടറേക്കും കാണുമ്പോൾ വെക്കാൻ പറഞ്ഞു, ഞാൻ വയ്ക്കത്തൊന്നുമില്ല, അത് വേറെ കാര്യം. പിന്നെ ഇതൊക്കെ അമ്മേൻ്റെ ഒക്കെ അല്ല പരിപാടി കേട്ടോ. ഇതൊന്നും ഞാൻ വെച്ചതല്ല. പിന്നെ ഇതാണ് എൻ്റെ ഷെൽഫ്. ഈ ഷെൽഫിൽ VR ഉണ്ട്, നമ്മുടെ 3D പെൻ ഉണ്ട്, അടിയിൽ ഇതങ്ങറ്റത്തൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്, ഇവിടെ ഒരു മൈക്ക് ഇതുണ്ട്, ബൈനോക്കുലർ, അടിയിലൊരു പെയിൻറ്റിങ് കിറ്റ് ഉണ്ട്. ആൻഡ് ഇതെൻ്റെ ബുക്കും പേന, റബ്ബറ്, പിന്നെ ഇതിലൊക്കെയുള്ള കുറച്ച് സാധനങ്ങളുടെ കവറ്,
അതൊക്കെ ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ അബാക്കസ് പഠിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയാണ് ഇത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന്. ഒരു മിനിറ്റ് ഗൈസ്, ആരോ വന്നു. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിൽ എവിടെ ഇരിക്കുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ചെയർ. ഒരു മിനിറ്റ് ഫോക്കസ് ഇട്ടുന്നില്ല. ഇതാണ് നമ്മുടെ ചെയർ. ഞാൻ എടുത്ത് കാണിക്കാം. അതിന് മുന്നേ ക്യാമറ ഇവിടെ എവിടെയായാലും വയ്ക്കട്ടെ. കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? അവിടെ പറ്റുണ്ടെന്നാണ് പറ്റിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെയർ. ഇത് മറ്റേതാണ് ഫോൾഡിങ് ചെയർ. ഇത് ഞാൻ ഫോൾഡ് ചെയ്യട്ടെ. വീഡിയോ ഹെൽപ്പിന് അമ്മേനെ വിളിക്കാൻ ഗൈസ്. എൻ്റെ സെൽഫി സ്റ്റിക്ക് ഒടിഞ്ഞും പോയി. ഞാൻ അമ്മ കോളിലാണ് പോകുന്നത്. അമ്മേനെ വിളിക്കാൻ പറ്റില്ല, അച്ഛനെയും കോളിൽ അച്ഛനെയും വിളിക്കാൻ പറ്റില്ല. വീഡിയോ ഹെൽപ്പിന് ഞാൻ മടക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ച് കണ്ടുപോകുന്നു. ഇതാണ് നമ്മുടെ ചെയർ. ഇത് ശില്പം എങ്ങനെ ഞാൻ കാണിക്കുമെന്ന് അറിയത്തില്ല. ഇത് മടക്കാൻ പറ്റും ഗൈസ്. ഇത് ഇതിങ്ങനെ കാണിച്ചു തരാം. ഒറ്റക്കൈയിൽ മടക്കാൻ കുറച്ച് പാടാ. അതാണ് ഒറ്റക്കൈയിൽ ഇതിങ്ങനെ മടക്കുക. ഇതിങ്ങനെ മറച്ചിട്ടിട്ട് ഈ ഭാഗം ഇങ്ങനെ ഒറ്റ ചവിട്ടിന് പറ്റില്ല. അതങ്ങനെ മടക്കണ്ട ഗൈസ്. ഒരു മിനിറ്റ്. ഇതാണ് എൻ്റെ സെൽഫി സ്റ്റിക്ക് കാണുന്നത്. പോയി ഒരു മിനിറ്റ്. ഞാൻ വീഡിയോ ഹെൽപ്പിന് അമ്മേനെ വിളിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല അമ്മ കോളിലാന്ന്. മിനിറ്റാ. ഇതിങ്ങനെ വയ്ക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ ഇങ്ങനെ വെച്ചാലും കേട്ടോ ഒറ്റ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇത് അൺഫോൾഡ് മാത്രമേ ഒറ്റ കൈ കൊണ്ടാവുന്നുള്ളൂ. ഫോൾഡ് എൻ്റെ പൊള്ളിക്ക. ഗൈസ് ഞാനങ്ങനെ മടക്കിയിരിക്കുകയാണ്. ഇത് വേണ്ടില്ലേ? ഇതിങ്ങനെ ഉള്ളൊരു സാധനത്തിനെ എങ്ങനെ ഒരു കസാരയാക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ആദ്യം നമ്മുടെ ഈ ഒരു കാലെടുത്ത് നമ്മളിതിവിടെ ഇങ്ങനെ ബാലൻസ് ചെയ്യണം. ചെയ്യാൻ പറ്റില്ല. ആ കാല് നേരെ ഇങ്ങനെ വിട്ട് കൊടുക്കണം. സോ ഇതിങ്ങനെ ഒരു ഷേപ്പിലെത്തിയപ്പോൾ നമ്മൾ മുട്ടുകൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം. ഇത് ഈ കൈ കൊണ്ട് ഇതിങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മൾ ചിത്ര മടക്കി ഇനി നമ്മൾ നേരെ അങ്ങ് തള്ളി കൊടുക്കുക. ഈ മടക്കാനാണ് സ്പാഡ് ഗൈസ്. ഇതിങ്ങനെ അങ്ങ് ചെയറങ്ങ് ഈ ഒരു ഷേപ്പിലേട്ടാ, അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലിടാം. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് അത് ഈ ഒരു ഷേപ്പ് മതി. ഒറ്റ കൈ കൊണ്ട് ഒറ്റ ഉഷ് നേരെ സ്മൂത്തായിട്ട് അങ്ങ് കയറിപ്പോവും. ഇപ്പം ഇങ്ങനെയായി ഈ സാധനം. എന്നിട്ട് നമുക്ക് ഇത് പൊക്കിയെടുത്ത് നേരെ പൊക്കിയെടുക്കുക. നല്ല വെയിറ്റുണ്ട്. പൊക്കിയെടുത്തിട്ട് ഇതാണ് ഈ ചെയർ വെക്കാനുള്ളൊരു ഗ്യാപ്പ്. പൊക്കിയെടുത്ത് നേരെ ഇതിവിടെ കൊണ്ടുവയ്ക്കുക. ഇത് ഈ ടേബിൾ കുറച്ചുകൂടി ഇങ്ങോട്ടാണെങ്കിൽ ഒറ്റ മനുഷ്യനറിയത്തില്ല എവിടെ ചേർന്ന്. അതാണ് സംഭവം. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു സെറ്റപ്പ്. ഇതാണ് നിങ്ങൾ കാണുന്ന ബാക്ക്ഗ്രൗണ്ട്. ഇതൊന്ന് സെറ്റാക്കണമെന്നുണ്ട് എനിക്ക്. അപ്പോൾ
ഇത്രയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ ഞാൻ എന്തായാലും റോബ്ലോക്സിൻ്റെ വീഡിയോ ബാക്കി ചെയ്യട്ടെ, എഡിറ്റിങ് കാര്യങ്ങളൊക്കെ. ബൈ ഗൈസ്.